ഓർക്കാൻ പി ജയചന്ദ്രൻ ഓർക്കാൻ ഓരോരോ കാരണങ്ങളുണ്ടായിരിക്കും. അവരുടെ പ്രണയത്തിൽ, വിരഹത്തിൽ, അവരുടെ ഒറ്റപ്പെടലിൽ, അവരുടെ സന്തോഷത്തിലൊക്കെ കൂട്ടുവന്ന ഏതെങ്കിലും ഒരു ജയചന്ദ്ര ഗാനവും ഉണ്ടാവും. ഭാവഗായകനെ ഓർത്തെടുക്കുകയാണ് തിരുവനന്തപുരം നഗരവും. ജയചന്ദ്രൻ നയിച്ച ഗാനമേളകൾക്കും സംഗീത നിശകൾക്കുമൊക്കെ പലതവണ തിരുവനന്തപുരം വേദിയായിട്ടുണ്ട്. വി വിനോദിന്റെ റിപ്പോർട്ട് കാണും. പി ജയചന്ദ്രന്റെ വിയോഗത്തിൽ അദ്ദേഹത്തെ അനുസ്മരിക്കുകയാണ് തലസ്ഥാനത്തെ ഗായകരും. പട്ടം സനിത്താണ് നമുക്കൊപ്പം ചേരുന്നത്. അദ്ദേഹമായിട്ടുള്ള ഓർമ്മ എങ്ങനെയാണ് ഇപ്പോൾ? എനിക്ക് ദേവരാജ മാഷിന്റെ അവിടെ വെച്ചാണ് ജയേട്ടനെയും ദാസേട്ടനെയും മാധുരി ചേച്ചിയൊക്കെ പരിചയം. ഏറ്റവും പ്രധാനമായിട്ട് നമ്മുടെ ദൂരദർശന് വേണ്ടി ഒന്നിനി ശ്രുതി താഴ്ത്തി പാടുക പൂങ്കുയിലെ എന്ന ഗാനം പഠിപ്പിക്കുന്ന സമയത്ത് ഞാൻ അവിടെ ഉണ്ടായിരുന്നു. ആ ഗാനം ഒരു ചലച്ചിത്ര പിന്നണി ഗാനത്തെ കാട്ടിൽ അന്ന് ഹിറ്റായി. അത് ഞാൻ ജയേട്ടനെ 2000-ൽ സുനാമിയുടെ ഒരു ഫംഗ്ഷൻ ഇവിടെ നടത്തിയിരുന്നു. അന്ന് കനകുന്നിൽ വെച്ച് ഞാൻ ഈ കാര്യം ചേട്ടനോട് പറയുകയും ചേട്ടൻ വളരെ സ്നേഹത്തോടെ എന്നെ തട്ടുകയും ചെയ്തു. അദ്ദേഹത്തിന്റെ നമ്മുടെ ഒരു ഭാവഗായകനെയാണ് നമുക്ക് ഇന്ന് നഷ്ടപ്പെട്ടിരിക്കുന്നത്. അദ്ദേഹത്തിന്റെ സ്മരണയ്ക്ക് മുന്നിൽ ഞാൻ ഈ ഒന്നിനി ശ്രുതി താഴ്ത്തി പാടുക പൂങ്കുയിലെ എന്ന ഗാനം പാടുകയാണ്. ഒന്നിനി ശ്രുതി താഴ്ത്തി പാടുക പൂങ്കുയിലെ എന്നോമലുറക്കമായി ഉണർത്തരുതേ, എന്നോമലുറക്കമായി ഉണർത്തരുതേ. ഒന്നിനി തിരിതാഴ്ത്തു ശാരദ നീലാവേ, ഈ കണ്ണിലെ കിനാവുകൾ കെടുത്തരുതേ, കണ്ണിലെ കിനാവുകൾ കെടുത്തരുതേ. ഇതുപോലെ ഇഷ്ടം പോലെ ഗാനങ്ങൾ 16,000-ൽ ചില്ലുവാനും ഗാനങ്ങൾ അദ്ദേഹം നമുക്ക് വേണ്ടി പാടിയിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ ഞാൻ പലയിടത്തും ഗാനമേളകളിൽ പാടുന്ന ഒരു ഗാനമാണ്. പല ഗാനങ്ങളും ഞാൻ അദ്ദേഹത്തിന്റെ പാടുന്നുണ്ട്. പിന്നെ എന്റെ സ്കൂൾ കാലഘട്ടത്തിൽ ഞാൻ ജയദേവ കവിയുടെ ഗീതികൾ കേട്ടെന്റെ രാധേ ഉറക്കമായോ, ഈ ഗാനം ഞാൻ ഇഷ്ടംപോലെ സമ്മാനം വാങ്ങിച്ചിട്ടുള്ള ഒരു ഗാനമാണ്. അനുരാഗാനം പോലെ അഴകിന്റെ അല പോലെ ആരു നീ ദേവതേ. ഇതും അദ്ദേഹത്തിന്റെ ഒരു നല്ല ഗാനമാണ്. അദ്ദേഹം തലസ്ഥാനത്തൊക്കെ സജീവമായിരുന്നല്ലോ. ഒരു എല്ലാ ഇങ്ങനെയുള്ള പരിപാടികൾ സെനറ്റ് ഹാളിലൊക്കെയും അല്ലെങ്കിൽ നമുക്ക് ടാഗോറിലും ഒക്കെ ഉള്ള ഗാനസന്ധ്യകൾ, അങ്ങനെയുള്ള പരിപാടികളിലൊക്കെ അദ്ദേഹം പങ്കെടുക്കാൻ വരികയും തലസ്ഥാനത്തിന് അദ്ദേഹത്തിന്റെ ശബ്ദം പലപ്പോഴും ഈ സിനിമയിലല്ലാതെ തന്നെ നേരിട്ട് ആസ്വദിക്കാനുള്ള അവസരം കിട്ടും. തീർച്ചയായും ജയേട്ടനെ സംബന്ധിച്ചിടത്തോളം ജയേട്ടന്റെ ഈ പാട്ട് കേൾക്കാൻ വേണ്ടി തന്നെ ഒരു ഭാഗം ഇവിടെ ഉണ്ട്. കാരണം അദ്ദേഹത്തിന്റെ അത്രയും ഭാവമാണ്. ചില പാട്ടുകളിലേക്ക് ചില ഭാവങ്ങൾ ബാക്കിയുള്ള ഒരു ഗായകർക്കും കിട്ടിയിട്ടില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത്രയ്ക്ക് ആ ഭാവം ഉൾക്കൊണ്ടാണ് ജയേട്ടൻ പാടുന്നത്. അതുപോലെ തന്നെ എല്ലാവരോടും വലിയ സ്നേഹമായിരുന്നു. അദ്ദേഹത്തിന്റെ ഏറ്റവും പ്രിയപ്പെട്ട ഗായകരെന്ന് പറയുന്നത് മുഹമ്മദ് റാഫിയും സുശീലാമ്മയും ഒക്കെയാണ്. വേറെ ഒരു ഗായകരും മറ്റുള്ള ഗായകരുടെ പാട്ട് പാടൂല. ജയേട്ടന്റെ പാട്ടിനെയും കാട്ടി ഇഷ്ടം ബാക്കിയുള്ള ഒരു പാട്ടുകളാണ്. കാരണം സ്വന്തം നമ്മുടെ പാട്ടുകൾ മാത്രമേ എല്ലാവരും പാടുള്ളൂ. അല്ലാതെ വേറെ ഉള്ളവരെല്ലാം മറ്റുള്ളവർ പാട്ട് പാടുന്ന. അതുപോലെ തന്നെ മറ്റ് ഞങ്ങളെ പോലെയുള്ള യുവതലമുറയിലുള്ള പിന്നണി ഗായകരോട് പ്രത്യേക സ്നേഹമാണ്. കാരണം ഓരോരുത്തർക്കും പി ജയചന്ദ്രനെ ഓർക്കാൻ ഓരോരോ കാരണങ്ങളുണ്ട്.